നന്നായി ഉറങ്ങിപ്പോയിരുന്നു ഭൂമി. അതുകൊണ്ട് തന്നെ എന്നും എഴുന്നേൽക്കുന്ന സമയം അവൾ ഉണർന്നില്ല. അഗ്നിയുടെ ചൂടിലെല്ലാം മറന്നുറങ്ങുകയാണ് അവൾ. രാവിലെ ആദ്യം കണ്ണു തുറന്നത് അഗ്നിയാണ്. അവൻ നോക്കുമ്പോൾ തന്നെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നുണ്ട് അവൾ. അത് കാണി വല്ലാത്തൊരു ആശ്വാസം തോന്നിപ്പോയി അവനും. തനിക്ക് ഇവളുമായുള്ള ഓർമ്മകൾ ഒരിക്കലും കിട്ടില്ലായിരുന്നുവെങ്കിൽ, ജീവിതത്തിൽ എന്തെങ്കിലും വേറെ ആരെയെങ്കിലും കൂടെ കൂട്ടേണ്ടി വന്നെങ്കിൽ, എങ്കിൽ എന്നോടൊന്നും പറയാതെ സ്വയം നീർനീറി ഇവൾ കഴിയില്ലേ? അതിനെക്കുറിച്ച് ഓർക്കാൻ കൂടി വയ്യ. ആ ഓർമ്മയിൽ അഗ്നി അവളെ ഒന്നുകൂടെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. ധ്രുവേട്ട. ഭൂമിയുടെ മുഖം അവൻ്റെ നെഞ്ചിൽ അമർന്നു പോയതും ഒന്ന് ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ പതിയെ ചുംബിച്ചവൾ. നനച്ചിരിക്കാതെ കിട്ടിയ ചുംബനത്തിൽ അഗ്നി ഒന്ന് ഞെട്ടിപ്പോയി എന്നതാണ് സത്യം. അത് ഞെട്ടലോടെ തന്നെ അവൻ മുഖം താഴ്ത്തി ഭൂമിയെ നോക്കി. പക്ഷെ ആള് ഇതൊന്നും അറിയാതെ നല്ല ഉറക്കമാണ്. ആ മുഖത്ത് കിടക്കുന്ന തലമുടി ഇഴകൾ ഒതുക്കി വെച്ചുകൊണ്ട് അവളുടെ വിരിഞ്ഞ നെറ്റിയിൽ ചുംബിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെ പൊതിയുന്നത് പോലെ തോന്നി അവന്. എന്നും എഴുന്നേൽക്കുന്ന നേരം കഴിഞ്ഞിട്ടും അവളെ അടക്കി പിടിച്ച് കിടന്നതല്ലാതെ അവൻ തെല്ലുപോലും അവളിൽ നിന്ന് മകന്നില്ല. എത്ര സമയം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നെന്ന് അവന് പോലും ധാരണയില്ലായിരുന്നു. പതിയെ ഭൂമി ഉണർന്നു വരുന്ന കണ്ടതും അഗ്നി തൻ്റെ മുഖം ഗൗരവത്തിലാക്കി. കണ്ണിലടിക്കുന്ന വെളിച്ചം കാണും കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് അവൾ അഗ്നിയുടെ നെഞ്ചിൽ വീണ്ടും മുഖം ഒളിപ്പിച്ചു. പിന്നെ എന്തോ ഓർത്തതുപോലെ അവനിൽ നിന്ന് മുഖം മാറ്റി ചാടി എഴുന്നേറ്റു. അയ്യോ, സമയം ഇത്രയായോ? ക്ലോക്കിലേക്ക് നോക്കി അതും പറഞ്ഞ് നെഞ്ചിൽ കൈവച്ചു പോയവൾ. പിന്നെ വെപ്രാളത്തോടെ പേട്ടിയിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി. പക്ഷെ അതിനു മുൻപ് അഗ്നിയുടെ കൈകൾ അവളെ തടഞ്ഞു. ഇനിയിപ്പോൾ വെപ്രാളപ്പെട്ടൊന്നും ചെന്നിൽക്കണ്ട. നമ്മളിന്ന് ഓഫീസിൽ പോകുന്നില്ല, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അവളെ ഇന്ന് ഗൗരവത്തിൽ നോക്കിക്കണ്ട അഗ്നി പറഞ്ഞ കേട്ടും ഭൂമി പതിയൊന്ന് തല കുലുക്കി. എങ്കിൽ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് എനിക്കൊരു കോഫി എടുത്തിട്ട് വാ. എന്നത്തെയും പോലെയല്ല, ഇന്നിപ്പോൾ അല്പം അധികാരത്തോടെയാണ് ആ പറച്ചിലെന്ന് അവൾക്ക് തോന്നി. അതിൽ അവൾക്ക് സന്തോഷം തന്നെയായിരുന്നു. അതേ സന്തോഷത്തോടെ തന്നെയാണ് കബോർഡ് തുറന്ന് ഇടാനുള്ള ഡ്രസ്സ് എടുത്തത്. അതൊക്കെ എടുത്ത് എവിടെ പോകുന്നു? ബാത്റൂമിലേക്ക് കയറാൻ നിന്നതും അവൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം അവളെ പിടിച്ചു നിർത്തി. സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കിയവൾ. അത് പിന്നെ കുളിച്ചിട്ടിടാൻ. അഗ്നിയുടെ നോട്ടം തൻ്റെ കയ്യിലിരിക്കുന്ന ഡ്രസ്സിലാണെന്ന് കണ്ടതും ഭൂമി വേഗം തന്നെ പറഞ്ഞു. എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നതെന്നൊരു സംശയം തോന്നി അവൾക്ക്. ഇവിടെ ഡ്രസ്സിംഗ് റൂം ഒന്നുമില്ലല്ലോ, ബാത്റൂം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതുമായി അകത്ത് കയറി ഡ്രസ്സിലൊക്കെ വെള്ളമാക്കണ്ട, ഇവിടെ വെച്ചിട്ട് പോയിക്കോ. കുളി കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സ് ഇട്ടാൽ മതി. അഗ്നി ഗൗരവത്തോടെ പറയുമ്പോൾ ഭൂമി നന്നായി ഞെട്ടിപ്പോയി. അത് ഞെട്ടലോടെ തന്നെയാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. പക്ഷെ അവിടെ തീർത്തും ഗൗരവം നിറഞ്ഞു നിന്നത്. ഇനി ഞാൻ പറയുന്നത് അനുസരിക്കാൻ വയ്യെന്നായോ നിനക്ക്? അവളെ ഞെട്ടിയുള്ള നിൽപ്പ് കാണുന്നതും അവൻ ടേബിളിൽ നിന്ന് ഫോൺ കയ്യെത്തി എടുത്തുകൊണ്ട് ചോദിച്ചു. അതിനില്ലെന്ന് തല കുലുക്കിക്കൊണ്ട് അവൾ തൻ്റെ കയ്യിലെ ഡ്രസ്സ് ബെഡിലായി എടുത്തു വെച്ചു. പിന്നെ ഒന്നുകൂടെ അവനെ തിരിഞ്ഞു നോക്കി അകത്തേക്ക് കയറി. ഭൂമി അവിടെ നിന്നും പോയെന്ന് ഉറപ്പായതും ആ മുഖത്താകെ ഒരു കള്ളത്തരം നിറഞ്ഞു നിന്ന പോലെ ഫോൺ നോക്കി ഒരു ചിരിയോടെ അവൻ അങ്ങനെ തന്നെ ഇരുന്നു. ബാത്റൂമിൽ നിന്ന് അവൾ കുളിക്കുന്നതും പിന്നെ ബോഡി വാഷിന് സുഗന്ധവുമെല്ലാം ആ റൂമിൽ ഒഴുകിയെത്തി. വല്ലാത്തൊരു മത്ത് പിടിപ്പിക്കുന്ന മണമാണ് അവൾക്ക്. അതിനു മുൻപിൽ ഈ ബോഡി ഒന്നുമല്ലെന്ന് തോന്നിപ്പോയി അവന്. താനിട്ടിരിക്കുന്ന ഷർട്ടൊന്ന് ഉയർത്തി മൂക്കിൻ്റെ അരികിൽ അടുപ്പിച്ചവൻ. ഇപ്പോഴും അവളുടെ ഗന്ധം തന്നെയാണ്. അത് നന്നായി ഉള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ചിരുന്നു. തനിക്കുന്ന ആക്സിഡന്റ് നടന്നില്ലായിരുന്നുവെങ്കിൽ തങ്ങളുടെ എത്ര നല്ല നിമിഷങ്ങളാണ് നഷ്ടമായതെന്ന് അവൻ ഒരു വിഷമത്തോടെ ഓർത്തു. എങ്കിലും ഇപ്പോൾ തൻ്റെ കൈപ്പിടിയിൽ തന്നെ ഉണ്ടല്ലോ. അത് ഓർമ്മ വന്നതും അവൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു. അതേസമയം തന്നെയാണ് കുളി കഴിഞ്ഞ് ഭൂമി പുറത്തേക്ക് വന്നതും. വളരെ പതിയെ തല പോലും ഉയർത്താതെയുള്ള അവളെ നടത്തം നോക്കിയിരുന്നുണ്ട് അവൻ കയ്യിലുള്ള ഫോൺ ബെഡിലേക്ക് മാറ്റി വെച്ചു. അവൻ്റെ നോട്ടം തന്നിൽ തന്നെ ആകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഭൂമിയുടെ കണ്ണുകൾ അങ്ങോട്ട് പോയില്ല. കുളിച്ചിറങ്ങിയ ഒരു ടവൽ തൻ്റെ നഗ്നത ഒളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നവളെ കാണേ പ്രണയത്തിനപ്പുറം മറ്റെന്തൊക്കെയോ തോന്നാ പോലെ. വിറയ്ക്കുന്ന കൈകളുടെ ബെഡിൽ നിന്നും തനിക്കിട്ടും മാറേണ്ട ഡ്രസ്സ് എടുത്തുകൊണ്ട് അവൾ ആ റൂമിലൂടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ചുറ്റും ഒരു മറ പോലും ഇല്ലെന്ന് കണ്ടതും അവളുടെ തൊണ്ടയിൽ നിന്നും ഉമ്മിനീർ പതിയെ താഴേക്കിറങ്ങി. ഇനിയിപ്പോൾ ഡ്രസ്സ് ഇടാതെ നിൽക്കാനാണോ ഭാവം? അവൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ടതും ഭൂമിയുടെ മുഖം ഒന്ന് ചുവന്നു പോയി. എങ്കിലും അവന് മുഖം കൊഴുക്കാതെ അവൾ കയ്യിലിരിക്കുന്ന സാരിയിലേക്കൊന്ന് നോക്കി. ചുരിദാർ മതിയായിരുന്നു. അവൾ ഓർക്കാതെ ഇരുന്നില്ല. ഇനിയിപ്പോ ഇതെങ്ങനെ ആളുടെ മുന്നിൽ നിന്ന് മാറും? അവൾക്ക് വല്ലാത്ത നാണം തോന്നിപ്പോയി. അവളുടെ മുഖത്ത് മാറി മാറി വരുന്ന ഭാവങ്ങൾ നോക്കി അവനും അങ്ങനെ തന്നെ ഇരുന്നു. ഇങ്ങനെ നിന്നാ ഇത് പിന്നെയും നീളുമെന്ന് ഓർത്തുകൊണ്ട് അവൾ ദീർഘശ്വാസത്തോടെ സാരി പാവാട തന്നെ ആദ്യം തലവടി എടുത്തിട്ടു. അതങ്ങനെ ഇട്ടുകൊണ്ട് തന്നെ അവൾ വെപ്രാളത്തോടെ ഇന്നർ വേറെ ഇട്ട് കഴിഞ്ഞു. പിന്നെ സാരി ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാണ് അവൾ തന്നിൽ നിന്നും ഉടുത്തിരുന്ന ടവൽ പാർശ്വം മാറ്റുന്നത് പോലും. സാരി ബ്ലൗസിലും പാവാടിലും നിൽക്കുന്നവളെ കണ്ണുകൾ കൊണ്ട് ആടിമുടി ഒന്ന് നോക്കിപ്പോയവൻ. അവൻ്റെ നോട്ടം ഇടം കണ്ണുകൊണ്ട് കണ്ടവൾ വെപ്രാളത്തോടെ സാരി കയ്യിലേക്ക് എടുത്തു. പിന്നെ അത് എങ്ങനെയൊക്കെ ഉടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. അവൾ അവിടെ നിന്നും പോകുന്നത് വരെ അവൻ്റെ മിഴികൾ അവൾ തന്നെയായിരുന്നു. ഭൂമി പോയിന്ന് കണ്ടും അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന ശ്വാസം ഒന്ന് നേരെ വിട്ടവൻ
പിന്നെ തലയിന്ന് കുടഞ്ഞിട്ട് നെഞ്ചിൽ പതിന്ന് തട്ടി. ഫ്രഷാക്കാൻ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ആ മുഴുവനും അവളുള്ള പ്രണയം കൂടെ വേറെ എന്തൊക്കെയോ നിറഞ്ഞു നിന്നിരുന്നു. എന്തു പറ്റി അഗ്നി? നീ എന്തിനായിരുന്നു നടാശയെ പറഞ്ഞു വിട്ടത്? ഫ്രഷായി ഇറങ്ങുമ്പോൾ തന്നെയാണ് അഗ്നിയുടെ ഫോണിലേക്ക് സഞ്ജുവിന് കോൾ വന്നത്. അതെടുത്തതും അവൻ ചോദിച്ചത് ഇതായിരുന്നു. ആ സമയം തന്നെയാണ് ഭൂമി അകത്തേക്ക് കോഫി കൊണ്ട് കയറി വന്നത്. മുത്തശ്ശിയെ സേഫായി വീട്ടിലെത്തിച്ചോ നീ? ഗൗരവത്തോടെയുള്ള മറുചോദ്യമാണ് അഗ്നി ചോദിച്ചത്. അത് കേട്ടപ്പോൾ തന്നെ മറുവശം സഞ്ജുവായിരിക്കുമെന്ന് ഭൂമി ഊഹിച്ചു. അതൊക്കെ ഞാൻ സേഫാക്കി എത്തിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി പറ അഗ്നി. എന്തിനെന്തിനാ അവളെ പറഞ്ഞു വിട്ടത്? സഞ്ജുവിൻ്റെ ശബ്ദത്തിൽ വല്ലാത്ത അമർഷം നിറഞ്ഞിട്ടുണ്ട് എന്ന് അഗ്നിക്ക് മനസ്സിലായി. അവൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നത് കൊണ്ട് സഞ്ജു പറയുന്നതെല്ലാം ഭൂമിക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്കിന്നലെ രാത്രി ഒരു മൂഡ് തോന്നില്ല സഞ്ജു. തോന്നുകയാണെങ്കിൽ ഞാൻ നിന്നോട് പറയാം. ഇപ്പം ഞാൻ അല്പം തിരക്കിലാണ്. നീ എന്തായാലും റെസ്റ്റ് എടുക്ക്. യാത്രയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതല്ലേ? പിന്നെ ഒന്നും കേൾക്കാൻ നിൽക്കാതെ വേഗം തന്നെ അഗ്നി തൻ്റെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ഭൂമിയുടെ കയ്യിൽ നിന്നും കോഫി വാങ്ങി പുറത്തേക്കിറങ്ങി. കൂടെ അവളും. കഴിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടത്? കോഫി കൊണ്ട് സെറ്റിലിരിക്കുമ്പോൾ തൻ്റെ അരികിൽ അവളെയും പിടിച്ചെത്താൻ അവൻ മറന്നില്ല. അഗ്നിയുടെ അരികിലിരിക്കുന്ന വല്ലായ്മയുടെ ഭൂമി പതിയെ ചോദിച്ചു. നിനക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് തൽക്കാലം ഉണ്ടാക്കിക്കോ. ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിക്കാം. ഇപ്പോൾ അത് മാത്രം വെച്ചാൽ മതി നീ. അഗ്നി പറയുമ്പോൾ ഒന്ന് തലകുലുക്കി അടുക്കളയിലേക്ക് പോയവൾ ഭൂമി എന്ന് നോക്കിക്കൊണ്ട് അഗ്നി ലാപ്പെടുത്ത് തൻ്റെ ജോലിയിലേക്ക് ശ്രദ്ധിച്ചു. എല്ലാം കഴിഞ്ഞവൾ വരുമ്പോൾ അവനും ജോലി നിർത്തി എഴുന്നേറ്റു. രണ്ടുപേരും ചേർന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചത്. റെഡിയാക്കോ, കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ട്. താൻ കഴിച്ച പ്ലേറ്റ് കഴുകി വെച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ഭൂമിയും തല കുലുക്കി. അവളുമായി ആദ്യം പോയത് ഓഫീസിലേക്ക് തന്നെയായിരുന്നു. ഇന്നിപ്പോൾ ലീവാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ഇവിടേക്ക് വന്നത് എന്ന ചോദ്യഭാവമായിരുന്നു ഭൂമിയുടെ മുഖത്ത്. കുറച്ച് ഫയൽസ് നോക്കാനുണ്ട്, ഒരു അരമണിക്കൂർ, അത് കഴിഞ്ഞ് നമുക്ക് പോകാം. അവളുടെ ചോദ്യം മനസ്സിലാക്കി അവൻ പറഞ്ഞതും ഭൂമിയൊന്നും മൂളി. ഗുഡ് മോർണിംഗ് സാർ. ഭൂമിയും അഗ്നിയും ഒരുമിച്ച് കണ്ടതും പൂരിക്കുമെന്ന് ചുളിഞ്ഞു പോയെങ്കിലും അനി ചിരിയോടെ തന്നെ അവനെ വിഷ് ചെയ്തു. അത് നോക്കിന്ന് തല കുലുക്കി അഗ്നി തൻ്റെ ക്യാബിലേക്ക് പോകുമ്പോൾ അനി ഭൂമിയെ പുറകിൽ നിന്ന് വിളിച്ചു. താനെന്താടോ സാറിൻ്റെ കൂടെ? നിങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്നതല്ലേ? അവൻ ചോദ്യഭാവത്തോടെ ഭൂമിയെ നോക്കിയപ്പോൾ അവൾ അതേ എന്നതുപോലെ തല കുലുക്കി. അധികമൊന്നും ആളോട് അടുക്കണ്ട കേട്ടോ. പൈസയുള്ളവരാ, എപ്പോഴാ പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. എല്ലാം സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം. നിങ്ങളങ്ങനെ ഒരുമിച്ചൊക്കെ വന്നാൽ ഇവിടെയുള്ളവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കും. അത് പിന്നെ ഭൂമിക്ക് തന്നെ ഒരു പ്രശ്നമാകും. അഗ്നി ഭൂമിയുടെ ഒപ്പം വന്നത് തീരെ ഇഷ്ടപ്പെടാതെ അനി പറഞ്ഞു കേട്ടതും അവളൊരു അമ്പരപ്പോടെ അവനെ നോക്കി. അതിന് ഞാൻ? ഭൂമി? അവൾ അനിയോട് എന്തോ പറയാൻ വന്നത്. അഗ്നി ക്യാബിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അവനെ കണ്ട് മനി എന്ന് പരിങ്ങി. അതിന് വല്ല ആണുങ്ങളുടെ ഒപ്പം അല്ലല്ലോ അനീഷ്. അവളുടെ ഭർത്താവിൻ്റെ പോലെ അവൾ വന്നത്. അതുകൊണ്ട് ഇവിടെ ആരെന്ത് പറഞ്ഞാലും അവൾക്ക് വിഷയമില്ല അല്ലേ ഭൂമി? ഗൗരവം നിറഞ്ഞ മുഖത്തോടെ ഭൂമിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അഗ്നി പറയുമ്പോൾ അനി വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ അവർ രണ്ടുപേരെയും നോക്കി. അനീഷിന് എന്തെങ്കിലും സംശയമുണ്ടോ? വിളറി നിൽക്കുന്ന അനീഷിൻ്റെ മുഖത്തേക്ക് സൂക്ഷ്മതയോടെ നോക്കി അവൻ. ഇല്ല സാർ, സോറി, ഞാൻ അറിഞ്ഞില്ല. പിന്നെ അധിക സമയം അവിടെ നിൽക്കാതെ അനി ഒരു പകർച്ചയോടെ പറഞ്ഞിട്ട് അവരിൽ നിന്നും പിന്തിരിഞ്ഞ് നടന്നു. ഇവിടെ തന്നെ മേശി നിൽക്കാതെ അകത്തേക്ക് കയറി വാടി. അല്പം ദേഷ്യത്തിൽ തന്നെ അഗ്നി പറയുമ്പോൾ ഭൂമി അവൻ്റെ മുഖം ഉയർത്തിയെന്ന് നോക്കി. ആ മുഖം ദേഷ്യത്തിൽ ചുവന്ന് നിൽക്കുന്നുണ്ട്. അഗ്നി കയറിപ്പോയതിന് പുറകെ അവളും അകത്തേക്ക് കയറി. അവൻ്റെ ഒരു ഉപദേശം, നിന്റെ കാര്യമൊക്കെ നോക്കാൻ അവൻ ആരാ? ആനിയുടെ കാര്യമാണ് അഗ്നി പറയുന്നത് ഓർത്തതും ഭൂമിയുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ തന്നെയാണ് അവൾ തൻ്റെ സീറ്റിലേക്ക് ഇരുന്നതും. കുറച്ചധികം ഫയലുകൾ അവൻ്റെ ടേബിളിരിക്കുന്ന കണ്ടതും ഭൂമി സംശയത്തോടെ അവനെ നോക്കി. പക്ഷെ അവളുടെ നോട്ടം ശ്രദ്ധിക്കാതെ അത് ഓരോന്നും മറിച്ച് നോക്കി സൈൻ ചെയ്യുന്ന തിരക്കിലാണ് അവൻ. 11 മണി കഴിഞ്ഞിരുന്ന ഫയലെല്ലാം സൈൻ ചെയ്ത് കഴിയുമ്പോൾ അഗ്നി പറഞ്ഞതനുസരിച്ച് ക്യാബിലേക്ക് ജ്യൂസ് കൊണ്ടുവന്നിരുന്നു. അതും കുടിച്ചു കഴിഞ്ഞാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത്. തൻ്റെ ക്യാബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭൂമിയുടെ തോളിലൂടെ കയറ്റുകൊണ്ടാണ് അഗ്നി നടന്നത്. ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും ഇനി എന്നായാലും ഇവരൊക്കെ അറിയണമല്ലോ എന്നോർത്തതും ഭൂമി എതിർക്കാതെ അവൻ്റെ ഒപ്പം നടന്നു. അനി പറഞ്ഞ വിവരങ്ങൾ ഓരോരുത്തരെയും അറിഞ്ഞു തുടങ്ങിയിരുന്നു. ഭൂമിയുമായി ഷോപ്പിംഗ് മാളിലേക്ക് പോകുമ്പോൾ അവളുടെ കൈകളിൽ അവൻ മുറുക്ക പിടിച്ചു. തിരക്കുകളിൽ പെട്ടുപോകാതിരിക്കാൻ അവനോട് ചേർന്ന് നടക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക്. ഭൂമിക്ക് വേണ്ടി അവനെ ഓരോന്നും എടുത്തു കൂട്ടുന്നത് കാണേ ഒത്തിരി പ്രാവശ്യം എതിർക്കാൻ നോക്കിയിരുന്നു അവൾ. മിണ്ടാതെ വരുന്നുണ്ടോ ഭൂമി? എനിക്കറിയാം എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന്. അമർഷത്തോടെ ശബ്ദം താഴ്ത്തി അവൻ പറയുമ്പോൾ ഭൂമി പിന്നെയൊന്നും മിണ്ടിയില്ല. ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളും വാങ്ങി പുറത്തുനിന്ന് ഭക്ഷണവും കഴിച്ചാണ് അവർ ഫ്ലാറ്റിലേക്ക് തിരിച്ചത്. സാധനങ്ങളെല്ലാം എടുത്ത് ഫ്ലാറ്റിന് മുൻപിലെത്തുമ്പോൾ ഭൂമി എന്ന് പകച്ചുപോയി. ചിത്രയുടെ ഫ്ലാറ്റിന് മുൻപിൽ നിൽക്കുന്ന തൻ്റെ അച്ഛനും അമ്മയും ഏട്ടനും. മോളെ. ഭൂമിയെ കണ്ടതും അവളെ അമ്മ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അഗ്നിയാണെങ്കിൽ വന്നത് ആരൊക്കെയെന്ന് ഊഹിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു. എന്നാലും ഞങ്ങളിന്ന് കാണാൻ പോലും വന്നില്ലല്ലോ നീ. അവളുടെ അമ്മ പറഞ്ഞു കേട്ടതും അഗ്നി അവരെ ശ്രദ്ധിക്കാതെ തൻ്റെ ഫ്ലാറ്റിലേക്ക് കയറി. അമ്മയ്ക്കറിയാമായിരുന്നു നിങ്ങൾ ഒരുമിക്കുമെന്ന്. അതല്ലേ നിനക്ക് വാശിയുണ്ടാകാൻ
ഞാൻ നിന്നൊന്ന് വീട്ടിൽ കയറ്റാതിരുന്നത്? അവളെ അമ്മ പറഞ്ഞേ കേട്ടതും ഭൂമി അവരെ ഒന്ന് നോക്കി നിന്നു. എന്തു പറ്റി മോളെ, നീ എന്തിനാ ഞങ്ങളെ കണ്ട് ഞെട്ടി നിൽക്കുന്നേ? അകത്തേക്കൊന്നും വിളിക്കുന്നില്ലേ? അവർ ഭൂമി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞേ കേട്ടും അവൾ അവരിൽ നിന്നും അല്പം പുറകിലോട്ട് നീങ്ങി നിന്നു. നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? അത് പറഞ്ഞിട്ട് വേഗം പോകാൻ നോക്ക്, എനിക്ക് വേറെ ജോലിയുണ്ട്. ഭൂമി അവരിൽ തന്നെ ദൃഷ്ടി ഊന്നിക്കൊണ്ട് പറഞ്ഞു കേട്ടും അവർ 3 പേരും ഒന്ന് ഞെട്ടിപ്പോയി. ഭൂമി, മോൾ എന്തൊക്കെയാ പറയുന്നത്? അവളുടെ അമ്മ ചോദിച്ചു കേട്ടും ഭൂമി പുച്ഛത്തോടെ ചിരിച്ചു. പിന്നെ ഞാൻ എന്തു പറയണം? നിങ്ങളുടെ വീട്ടുപടിക്കൽ ഒരിക്കൽ ഞാൻ വന്ന് നിന്നതല്ലേ, എന്നിട്ട് നിങ്ങളെന്നെ വീട്ടിൽ കയറ്റോ? അടിച്ചിറക്കിയില്ലേ എന്നെ അവിടുന്ന്? എന്നിട്ടിപ്പോൾ എന്ത് ബന്ധത്തിൻ്റെ പുറത്താണ് എന്നെ കാണാൻ വന്നത്? ഭൂമി നിറയാൻ തുടങ്ങിയ കണ്ണുകളോടെ ചോദിച്ചു കേട്ടും അവർ രാഹുലിൽ നിന്ന് കണ്ണു കാട്ടി. നീ നമ്മുടെ അമ്മയോട് എന്തൊക്കെയാ പറയുന്നത് ഭൂമി? നിന്നെ കാണാൻ ആഗ്രഹത്തോടെ ഓടി വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? തൻ്റെ അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് രാഹുൽ പറഞ്ഞു കേട്ടും ഭൂമി അവനെ നോക്കി ചിരിച്ചു. എന്നെ കാണാൻ ആഗ്രഹത്തോടെ ഓടി വന്നെന്നോ? അത് ഞാൻ വിശ്വസിക്കണമെന്നാണോ ഏട്ടൻ പറയുന്നത്? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഇതിപ്പോൾ എന്തോന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലാതെ എന്നെ തിരക്കി വരില്ല. ഭൂമി ഉറപ്പോടെ പറയുമ്പോൾ 3 പേരുടെയും മുഖം ഒന്ന് വിളറി. നിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. ഇവിടെ എത്തിയപ്പോഴല്ലേ കാര്യങ്ങളിലൊക്കെ കിടപ്പ് വശം ഞങ്ങൾക്ക് മനസ്സിലായത്. രാഹുൽ പറയുമ്പോൾ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ഭൂമി ബാക്കി കേൾക്കാൻ എന്നതുപോലെ അവനെ നോക്കി. നിങ്ങളിപ്പോൾ ഒരുമിച്ചാണെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ നിന്റെ നാട്ടിൽ കൊണ്ടുപോകുന്നില്ല, നിങ്ങൾ ഒരുമിച്ചല്ലോ, അത് തന്നെ സന്തോഷം. അവളുടെ അച്ഛൻ്റെ സംസാരം കേട്ടും ഭൂമിക്ക് ചിരിയാണ് വന്നത്. ഭൂമി, വരുന്നില്ലേ നീ? അഗ്നി ഫ്ലാറ്റിന് പുറത്തേക്ക് ഇറങ്ങി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു കേട്ടും അവളൊരു വല്ലായ്മയുടെ അവനെ നോക്കി. മോനെ, ഞങ്ങൾ ഭൂമിയുടെ അച്ഛനും അമ്മയുമല്ലേ? എനിക്കറിയാം. ഞാൻ അറിയാത്ത വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? അവൻ ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ അവർ 3 പേരും ഉത്തരമില്ലാതെ നിന്നുപോയി. നിങ്ങൾ പോകാൻ നോക്ക്. ഇപ്പോൾ നിങ്ങൾ എന്തുദ്ദേശത്തിലാണോ ഇങ്ങോട്ട് വന്നത് അത് നടക്കാൻ പോകുന്നില്ല. ഇനിയും ഇവിടുന്ന് സമയം കളയണ്ട. വാ ഭൂമി, അകത്തിത്തിരി ജോലിയുണ്ട്. അഗ്നിയുടെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു. അത് കണ്ടവർ പരസ്പരം നോക്കുന്നുണ്ട്. അത് കണ്ടിട്ടും അവരൊന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അകത്ത് കയറി ഡോർ അടച്ചു കഴിഞ്ഞിരുന്നു അവൻ. നിനക്ക് അവിടെ ഒപ്പം പോകണമെന്നുണ്ടോ? അകത്ത് കയറിയതും ഭൂമിയുടെ തോളിലും പിടിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. അതിന് നിറഞ്ഞ കണ്ണുകളോടെ ഇല്ലെന്നവൾ തല കുലുക്കി. എങ്കിൽ റൂം തുറക്കണ്ട, അവർ തോന്നുമ്പോൾ പോട്ടെ. നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവരല്ലേ ചിത്ര പറഞ്ഞിരുന്നു. അഗ്നി പറഞ്ഞു കേട്ടതും സംശയത്തോടെ അവനെ നോക്കിയതും ബാക്കി കൂടെ പറഞ്ഞവൻ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോനെ? ആ ഒരുമ്പെട്ടവൾ നമ്മളെ അകത്തു പോലും കയറ്റുന്നില്ലല്ലോ. ഭൂമിയുടെ അമ്മ പറഞ്ഞു കേട്ടതും രാഹുലിൻ്റെ മുഖം ഒന്ന് കനത്തുപോയി. നീ ഒറ്റൊരാൾ കാരണമാണ് അവളെ ഇറക്കി വിടേണ്ടി വന്നത്. ഇല്ലായിരുന്നുവെങ്കിൽ പെണ്ണിപ്പോൾ വീട്ടിൽ നിന്നേനെ. അവൻ ഓർമ്മയെല്ലാം തിരിച്ചു കിട്ടുമ്പോൾ നമ്മളെ കൂടെ നന്നായി തന്നെ നോക്കുമായിരുന്നു. അവൻ എല്ലാം തുലച്ചു കളഞ്ഞില്ലേ? അവളുടെ അച്ഛൻ ദേഷ്യത്തിൽ പറഞ്ഞു കേട്ടതും അവിടെ മുഖമൊന്ന് താഴ്ന്നു. ഇനിയിപ്പോൾ ഈ കാര്യമൊന്നും സഞ്ജുവിനോട് പറയാൻ നിൽക്കണ്ട. ഇവൾ ഇയാളുടെ കൂടെ ജീവിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഇപ്പോൾ അല്ലെങ്കിൽ നാളെയാണെങ്കിലും അവളുടെ പിണക്കമൊക്കെ മാറും. അപ്പോൾ പോയി കൈ നീട്ടിൽ എന്തെങ്കിലും തരാതിരിക്കില്ല. അവളുടെ അമ്മ പറഞ്ഞു കേട്ടതും ബാക്കി 2 പേർക്കും അത് തന്നെയാണ് നല്ലതെന്ന് തോന്നി. ഇനിയിപ്പോൾ എന്തെങ്കിലും ഹോട്ടലിൽ പോയി റൂം എടുക്കാം. രാത്രിയിലെ ഫ്ലൈറ്റ്, അതുവരെ ഒന്ന് റെസ്റ്റ് എടുക്കണമല്ലോ. വന്ന കാര്യം നടക്കാത്തതിൻ്റെ എല്ലാ ദേഷ്യവും രാഹുലിൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഒന്നുകൂടെ ഭൂമിയെ കയറി ഫ്ലാറ്റിലേക്ക് നോക്കിക്കൊണ്ട് അവർ തിരിഞ്ഞു നടന്നു. ഭൂമി, എഴുന്നേൽക്ക്. നല്ല ഉറക്കത്തിലായിരുന്നപ്പോഴാണ് അഗ്നി അവളെ തട്ടി വിളിക്കുന്നത്. ഞെട്ടലോടെയാണ് അവൾ കണ്ണു തുറന്നത്. സമയം എത്രയെന്നറിയോ? താൻ പോയിന്ന് കുളിച്ചിട്ട് വാ, നമുക്കൊരു യാത്രയുണ്ട്. ഉണർന്നിരിക്കുന്ന ഭൂമിയുടെ ഗൗരവത്തിൽ പറഞ്ഞിട്ട് അഗ്നി ഡ്രസ് ചെയ്യാൻ തുടങ്ങി. അല്പം നേരം ഒന്നിരുന്ന് ഉറക്കക്ഷീണം മാറിയതിനു ശേഷമാണ് ഭൂമി റെഡിയാകാൻ വേണ്ടി പോയത്. ബെഡിന് പുറത്തുള്ള ഡ്രസ്സ് ഇട്ടാൽ മതി. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി അവളോട് ബെഡിലിരിക്കുന്ന ഡ്രസ്സ് ചൂണ്ടി കാണിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി. ആകാംക്ഷയുടെ ബെഡിലിരിക്കുന്ന ഡ്രസ്സ് എടുത്ത് നിവർത്തി നോക്കി അവൾ. മുട്ടിൽ നിന്നും കുറച്ച് താഴെ ഇറങ്ങി നിൽക്കുന്ന ടോപ്പ് ഒരു പിങ്ക് കളർ സിമ്പിൾ ഫ്രോക്കായിരുന്നു അത്. നേരത്തെ അഗ്നിയുടെ ഒപ്പം പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ അവൾ ഇടുമായിരുന്നു. ആ ഓർമ്മയിൽ അവളൊന്ന് ചിരിച്ചുകൊണ്ട് അത് എടുത്തണിഞ്ഞു. ഭൂമി റെഡിയായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അവനകത്തേക്ക് കയറിയത്. കൂടെ അവിടെ ഒതുക്കി വെച്ചിരിക്കുന്ന 2 ട്രോളി ബാഗുമായി പുറത്തേക്ക് ഇറങ്ങിയതും അവളുടെ മുഖത്ത് സംശയം നിറഞ്ഞു. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? വേഗം തന്നെ റെഡിയായി അവൾ അവൻ്റെ പുറകെ ചെന്നുകൊണ്ട് ചോദിച്ചു. പാരീസ്. അലസമായി പറഞ്ഞുകൊണ്ട് അവൻ എല്ലാം എടുത്ത് ഡോറിനരികിൽ വെച്ചു. അവൻ പറഞ്ഞു കേട്ടും അവൾ അമ്പരപ്പോടെ നിന്നു. എവിടെയാണെന്ന്? ഭൂമിക്ക് ഇപ്പോഴും വിശ്വാസം വരാത്ത പോലെ. പാരീസ്, ഒരു ഹണിമൂൺ ട്രിപ്പ്. ഭൂമിക്ക് വരാൻ താല്പര്യമില്ലെന്നുണ്ടോ? അഗ്നി ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ അവളുടെ മുഖം ഒന്ന് വീർത്തുപോയി. അത് കാണാൻ ചിരിയോടെ അവൻ തൻ്റെ മുഖം അവളിൽ നിന്ന് തിരിച്ചു. എന്നോട് പറഞ്ഞില്ലല്ലോ. ചെറിയൊരു പരിഭവം തോന്നിപ്പോയി അവനോട്. ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ. അവൻ്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞത്. ഭൂമി ഒന്ന് മൂളി. എങ്കിലും അവനോടൊപ്പമുള്ള ഒരു യാത്ര അവൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. പോകാം. റെഡിയായി നിൽക്കുന്ന ഭൂമിയെ തന്നിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചതും ചിരിയോടെ തല കുലുക്കി അവൾ.